الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ 7 വെള്ളിയാഴ്ചകളിലായി മുസ്ലിമായ മനുഷ്യൻ്റെ അഖീദയെക്കുറിച്ച്, ആദർശത്തെക്കുറിച്ചാണ് നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിലുള്ള ഒരു ഏകദേശ പൂർത്തീകരണമാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അഖീദയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ തൗഹീദിൻ്റെ 3 ഇനങ്ങളുണ്ട് എന്നും അതിൽ 2 ഇനങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായി വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊരു മനുഷ്യൻ തൗഹീദ് റുബൂബിയത്തിനെ കുറിച്ച് നമ്മളോട് ചോദിച്ചാലും തൗഹീദുൽ ഉലൂഹിയത്തിനെ കുറിച്ച് ചോദിച്ചാലും അതെന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവ്, ഒരു വിജ്ഞാനം കഴിഞ്ഞ ഖുതുബകളിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് പണ്ഡിതന്മാർ തൗഹീദിൻ്റെ 3ാമത്തെ ഇനമായി പഠിപ്പിച്ചിട്ടുള്ള തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള തൗഹീദ്, അതെന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ അവർ പറഞ്ഞത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് ഹുവ ഇഫ്റാദുല്ലാഹി ബിമാ സമ്മ ബിഹി നഫ്സഹു വവസഫ ബിഹി നഫ്സഹു ഫീ കിതാബിഹി ഔ അലാ ലിസാനി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദാലിക ബിഇത്ബാതി മാ അത്ബതഹു. അങ്ങനെയാണ് അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. നമ്മളതിൻ്റെ അറബി ലഫ്ളുകൾ കേൾക്കുമ്പോൾ പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ട തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് അതെന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു അത് ഇഫ്റാദുല്ലാഹ്, അള്ളാഹുവിനെ ഏകനാക്കലാണ്. എങ്ങനെ?
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ചില പേരുകളുണ്ട് എന്ന് സ്വയം പറഞ്ഞിട്ടുണ്ട്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ധാരാളം പേരുകളുണ്ട്, നമ്മളത് ചർച്ച ചെയ്യും. അപ്പം റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ സ്വയം പരിചയപ്പെടുത്തിയ ചില നാമങ്ങളുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ പേരുകളിലുള്ള വിശ്വാസത്തിനാണ് യഥാർത്ഥത്തിൽ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തി എന്ന് പറയാം. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവാണ്, അത് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്. ഇസ്മുൽ ജലാല എന്നാണ് അള്ളാഹു എന്ന നാമത്തിന് പറയുക. അതേപോലെ അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു വദൂദാണ്, അള്ളാഹു ഗനിയാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചില പേരുകളുണ്ട്, ഖുർആനിലും ഹദീസിലും വന്ന പേരുകൾ. ആ നാമങ്ങൾ അള്ളാഹുവിനുണ്ട്, ആ വിശ്വാസത്തിനാണ്, അതിനെ അംഗീകരിച്ചു കൊടുക്കുന്നതിനാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന് അള്ളാഹു എന്ന പേര് മാത്രമല്ല വേറെയും നാമങ്ങളുണ്ട്. അതാണ് ഈ ആയത്ത് കൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹുവിന് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അസ്മാഉകൾ, പേരുകൾ അള്ളാഹുവിനുണ്ട്. എന്തിനാണ് ഇത് പഠിപ്പിക്കപ്പെട്ടത്? ഫദ്ഉഹു ബിഹ, ആ പേരുകളെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടാനുള്ള, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള ഒരു വഴിയാണ് അള്ളാഹുവിൻ്റെ വ്യത്യസ്തമായ പേരുകളെ മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത്. അത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാനുള്ള ഒരു എളുപ്പ വഴിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഖുൽ ഇദുല്ലാഹ അബിദുർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്, നബിയെ നിങ്ങൾ പറയണം, നിങ്ങൾ അല്ലാഹു എന്ന് വിളിച്ചുകൊള്ളുക. ആരെ? അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഖുൽ ഇദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അല്ലാഹു എന്ന് വിളിച്ചുകൊള്ളുക. അല്ലെങ്കിലോ അബിദുർ റഹ്മാൻ, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? വിളിച്ചുകൊള്ളുക. അയ്യമ്മാ തദ്ഉ, നിങ്ങൾ അതിൽ ഏത് പേരുകൾ തന്നെ വിളിച്ചാലും, ഏത് നാമങ്ങൾ വിളിക്കുകയാണ് എങ്കിലും, അവന് പഠിപ്പിക്കപ്പെട്ട നാമങ്ങളിലെ ഏത് പേരുകൾ നിങ്ങൾ വിളിക്കുകയാണ് എങ്കിലും ആ പേരുകൾ പഠിപ്പിക്കപ്പെട്ടത് അവനുള്ളതാണ്. ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അവൻ എന്തുണ്ട്? ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. ഞാൻ ഈ ആയത്തുകൾ ഓതിയത്, വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങൾ ഉണ്ട് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരായത്തിൽ കാണാൻ സാധിക്കും അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിലെ ആയത്താണ്. അവിടെയും അല്ലാഹു പറയുന്നത് എന്താ? ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവൻ എന്തുണ്ട്? ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്. അപ്പൊ തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്താ എന്ന് ചോദിച്ചാൽ, അള്ളാഹു പറഞ്ഞ വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും അള്ളാഹു പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ നാമങ്ങളിലുള്ള, നാമഗുണ വിശേഷണങ്ങളിലുള്ള ആ വിശേഷങ്ങൾ അവൻ ഏകനാണ് എന്ന് വിശ്വസിക്കുന്നതിനാണ് എന്ത് പറയാ? തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്ന് പറയാം. നമ്മൾ പഠിക്കുന്ന, നമ്മൾ നേടുന്ന അറിവുകളിൽ ഏറ്റവും മാന്യമായ അറിവ് അള്ളാഹുവിൻ്റെ നാമങ്ങളെ കുറിച്ചുള്ള അറിവാണ്. മഹാനായ ഇബ്നുൽ അറബി അദ്ദേഹം അഹ്കാമുൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു ഫഇന്ന ശറഫൽ ഇൽമി ബിശറഫിൽ മഅലൂം വൽ ബാരി യശ്റഫുൽ മഅലൂമാത്ത് ഫൽ ഇൽമു ബി അസ്മാഇഹി അഷ്റഫുൽ ഉലൂം എന്നാണ് അദ്ദേഹം പറയുന്നത്. അഥവാ അറിവിൻ്റെ മഹത്വം അറിയപ്പെടുന്നതിനനുസരിച്ചാണ്. ഒരാൾ അയാൾക്കുള്ള അറിവിനനുസരിച്ചാണ് അയാളുടെ മഹത്വം രൂപപ്പെടുന്നത്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ കൂടുതൽ അറിയുമ്പോഴാണ് അള്ളാഹുവിൻ്റെ മഹത്വം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിന് അദ്ദേഹം അവിടെ ഉദാഹരണം പറഞ്ഞത് അൽ ബാരി എന്നതാണ്. അള്ളാഹുവിൻ്റെ നാമമാണ്, അള്ളാഹു ബാരിയാണ്. അൽ ബാരി എന്നുള്ളതാണ് അറിയപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അഥവാ അള്ളാഹുവാണ് ഏറ്റവും ശ്രേഷ്ഠമായവൻ. പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താ? അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, കൂടുതൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുക. സഹോദരങ്ങൾ, എന്തിനാണ് നമ്മൾ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിക്കുന്നത്? അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണങ്ങളും പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ലൗ അറഫൽ അബ്ദു കുല്ല ഷൈഇൻ വലം യഅരിഫ് റബ്ബഹു ഫകഅന്നഹു ലം യഅരിഫ് ഷൈഅ. വല്ലാത്തൊരു വാചകമാണത്. എന്താ അദ്ദേഹം പറയുന്നത്? ഒരു മനുഷ്യൻ എല്ലാം അറിയാം. ഒരു മനുഷ്യൻ ലൗ അറഫൽ അബ്ദു കുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളും അവൻ അറിയാം.
ഭൂമിയിൽ നടക്കുന്ന, ആകാശത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവന് വിവരമുണ്ട്. എന്നാൽ വലം യഅരിഫ് റബ്ബഹു, അവൻ അവൻ്റെ റബ്ബിനെ മനസ്സിലാക്കിയിട്ടില്ല. അവൻ്റെ അള്ളാഹുവിനെ അവൻ അറിയില്ല. അങ്ങനെയാണ് എങ്കിലോ അവനൊന്നും അറിയാത്തവനെ പോലെയാണ് എന്നാണ്, അവനൊരു വിവരമില്ലാത്തവനെ പോലെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ആരെക്കുറിച്ചാണ്? അള്ളാഹുവിനെ കുറിച്ചാണ്, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ്, അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചാണ്. അത് പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആശ്വാസമുണ്ട്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും പ്രവൃത്തികളെയും കുറിച്ച് ധാരാളം പരാമർശമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് അവൻ്റെ വിഷയം കുറേ സ്ഥലത്ത് പറയുന്നുണ്ട്. ആ പരാമർശം സ്വർഗത്തിൽ തിന്നുക, കുടിക്കുക, ഇണകളോടൊത്ത് ജീവിക്കുക, ഇങ്ങനെയും ഖുർആനിൽ കുറേ പ്രയോഗങ്ങളുണ്ട്. അതിനേക്കാൾ കൂടുതൽ, അഥവാ സ്വർഗീയമായ അനുഗ്രഹങ്ങളെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച്, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതിനേക്കാൾ വിശുദ്ധ ഖുർആനിൽ കൂടുതൽ അള്ളാഹു പറഞ്ഞ എന്താണ്? അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച്, അതിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച്, അതിൻ്റെ സിഫാത്തുകളെക്കുറിച്ചൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതെന്ന് അർത്ഥം. ഭക്ഷണം കഴിക്കാൻ നമുക്കറിയാം, വെള്ളം കുടിക്കാൻ നമുക്കറിയാം, അതിൻ്റെ മര്യാദകളൊക്കെ നമുക്കറിയാം. അതൊക്കെ പഠിക്കുന്നതോടൊപ്പം അതിനേക്കാൾ താല്പര്യത്തിൽ, അതിനേക്കാൾ സ്ഥാനം നൽകി നമ്മൾ പഠിക്കേണ്ട വിഷയം എന്താ? അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാ? ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമുക്കുള്ള മറുപടി മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു കൊടുത്ത മറുപടിയാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബി ചോദിക്കുന്നുണ്ട്, അതദിരി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക്, നിന്റെ അടുക്കലുള്ള അഥവാ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ്? ആ സമയത്ത് അദ്ദേഹം കൊടുത്ത മറുപടി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസിയാണ് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്. എന്താണ് ആയത്തിലെ ചർച്ചാ വിഷയം? എന്താ ആയത്തുൽ കുർസിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്യുന്ന വിഷയം എന്താ? സഹോദരങ്ങൾ, അതിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച്, അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ആയത്താണ്. അതിൽ മറ്റുള്ള വിഷയങ്ങളൊന്നും ചർച്ചയല്ല, അതിന് വേറെയുള്ള മര്യാദകളൊന്നും ചർച്ചയല്ല. അതിലുള്ള ചർച്ച എന്താ? അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവൻ ഹയ്യാണ്, അവൻ ഖയ്യൂമാണ്. ലാ തഖുദുഹു സിനത്തുൻ, അവനെ ഉറക്കം ബാധിക്കാത്തവനാണ്, തൂങ്ങി ഉറക്കമില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്വമാണ് ഖുർആൻ ഏറ്റവും വലിയ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, ഖുർആനിന്റെ 1/3 എന്ന് പറയുന്ന അധ്യായം ഏതാ? അത് സൂറത്തുൽ ഇഖ്ലാസ് ആണ് അല്ലെ? വിശുദ്ധ ഖുർആനിലെ 1/3 എന്ന് പറയുന്ന അധ്യായമാണ്. തഅദീലു സുലുസൽ ഖുർആൻ എന്നാണ് ആ സൂറത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ സൂറത്തിലെ ചർച്ചാ വിഷയം എന്താ? സൂറത്തുൽ ഇഖ്ലാസിലെ ചർച്ചാ വിഷയം എന്താ? അല്ലാഹുവിനെ കുറിച്ചാണ്. ഖുൽ, നബിയെ പറയണം, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു ഏകനാണ്, അവൻ സമദാണ്, അവൻ എന്നീ തുടങ്ങി അള്ളാഹുവിൻ്റെ ഏകത്വം വിശദീകരിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ നബിയോട് അള്ളാഹുവിൻ്റെ വംശപരമ്പര ചോദിച്ചൊരു രംഗമുണ്ട്. നബിയെ, നിന്റെ റബ്ബിൻ്റെ നെസബ് പറ. നെസബ എന്ന് പറഞ്ഞാൽ കുടുംബ പരമ്പര, ബാപ്പാരാണ്, ബാപ്പാന്റെ ബാപ്പാരാണ്. അത് പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവതരിച്ച അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ അധ്യായത്തിലെ ചർച്ചാ വിഷയം എന്താ? അള്ളാഹിനെ കുറിച്ചാണ്. അള്ളാഹു ഏകനാണ്, അവന് തുല്യനായി മറ്റാരുമില്ല, അവൻ സമദാണ്, അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്, അവൻ ആരുടെയും മകനല്ല, അവന് മക്കളുമില്ല എന്നൊക്കെ പറഞ്ഞ ആയത്ത്. അതിലും അഥവാ ഖുർആനിലെ മഹത്വമേറിയ ആയത്തുകളിലൂടെയും അതേപോലെ തന്നെ സൂറത്തുകളിലൂടെയും ഒക്കെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്താനാണ്, റബ്ബിനെ പരിചയപ്പെടുത്താനാനാണ് ആ അധ്യായങ്ങളും സൂക്തങ്ങളും ഒക്കെ ഉപയോഗിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി തിസ്അത്തുൻ വ തിസ്ഊന ഇസ്മാ, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. ഇവിടെ ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്, അത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന് എത്ര നാമമുണ്ട് എന്ന് ചോദിച്ചാൽ, അപ്പൊ നമ്മൾ തൗഹീദുൽ അസ്മാഇ വസിഫാത്തിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന് 99 നാമങ്ങളുണ്ടെന്ന് എല്ലാവരും പറയാം. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, ശരിയാണ്. പക്ഷെ അള്ളാഹുവിന് 99 നാമങ്ങൾ മാത്രമാണോ? അല്ല. ഒരാൾ അള്ളാഹുവിന് 99 നാമങ്ങൾ മാത്രമുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അബദ്ധമാണ്, അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ക്ലിപ്തപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖുർആനിൽ വന്ന ഹദീസിൽ വന്ന 99 നാമം, അങ്ങനെ പറയാം, 99 നാമങ്ങൾ പഠിപ്പിക്കപ്പെട്ടത് വന്നിട്ടുണ്ട്. മഹാഭൂരിപക്ഷ പണ്ഡിതന്മാർ 150ഓളം നാമങ്ങളെ എണ്ണി പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതന്മാർ ഇതിലേറെ നാമങ്ങളൊക്കെ ഉണ്ട് എന്ന് പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വന്ന 99 നാമങ്ങളുണ്ട്. എന്നാൽ ആ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞു, മൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരെങ്കിലും അതിനെ യഹ്സാ ചെയ്താൽ
അവന് സ്വർഗത്തിൽ പ്രവേശിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇന്ന് നമ്മൾ പറയുന്ന വിഷയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ, ആ നാമങ്ങളെ ഇഹ്സാഇ ചെയ്താൽ, അഥവാ അതിനെ മനഃപ്പാടമാക്കിയാൽ, അതിനെ ഉൾക്കൊണ്ടൽ, ഞാൻ വിശദീകരിക്കാം, നമ്മളത് ചെയ്താൽ നമുക്ക് എന്തുണ്ട്? സ്വർഗമുണ്ട് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഈ ഹദീസിൽ എന്തില്ല? 99 നാമങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ 99 നാമങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അതിലധികം നാമങ്ങളുണ്ട് എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് ഷറഹ് മുസ്ലിമിൽ നമുക്ക് ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണം? നമ്മൾ പഠിക്കണം, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, പഠിപ്പിക്കപ്പെട്ട 99 നാമങ്ങളുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക. 99 നാമങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഹദീസാണത്. ഈ ഹദീസിൽ നബി പറയുന്നത്, അല്ലാഹുവേ, ഞാൻ നിന്റെ നാമങ്ങളെ നിനക്കുള്ളതായ, നീ സ്വന്തത്തിന് നൽകിയതായ, നിന്റെ അടിമകളിൽ ആർക്കെങ്കിലും അറിയിച്ചു കൊടുത്തതായ, നിന്റെ കിതാബിൽ വേദഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചതായ നാമങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ ഖുർആനിൽ പറഞ്ഞ പഠിപ്പിച്ച നാമങ്ങളുണ്ട്. അതിന്റെ അവസാന ഭാഗം എന്താ? നിന്റെ അദൃശ്യജ്ഞാനത്തിൽ നീ തെരഞ്ഞെടുത്തതായ എല്ലാ നാമങ്ങളെ കൊണ്ടും ആർക്കും പറഞ്ഞു കൊടുക്കാത്ത, അള്ളാഹു വിശദീകരിച്ചു തരാത്ത കുറേ നാമങ്ങളുണ്ട് അള്ളാഹുവിന്. ആ നാമങ്ങളെ കൂടെ മുന്നിൽ വെച്ചുകൊണ്ട്, അള്ളാഹുവേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, ഞാൻ നിന്നോട് ദുആ ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കതാണ്, തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3 ഇനങ്ങളുടെ, തൗഹീദ് റുബൂബിയത്താണ്, തൗഹീദുൽ ഉലൂഹിയത്താണ്, തൗഹീദുൽ അസ്മാഇ വസിഫാത്താണ്. അസ്മാ വസിഫാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉത്കൃഷ്ടമായ ധാരാളം നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ അവൻ ഏകനാണ്. പാപങ്ങൾ പൊറുക്കുന്നവനാരാ? ഗഫൂർ ആരാണ്? അള്ളാഹു മാത്രമാണ്. അതിലാരെയും പങ്കു ചേർക്കാൻ പാടില്ല. ഖനി ആരാണ്? സമ്പന്നൻ ആരാണ്? അള്ളാഹു മാത്രമാണ് ഖനി. അള്ളാഹുവിന്റെ നാമമാണ് ഖനി എന്നുള്ളത്. ഒരു അടിമക്ക് ഖനി എന്ന പേരിടാൻ പാടില്ല, അബ്ദുൽ ഖനി എന്നിടേണ്ടത്. അങ്ങനെയുള്ള ആ വിശ്വാസത്തിനാണ് എന്ത് പറയാ? തൗഹീദുൽ അസ്മാഇ വസിഫാത്തിലുള്ള വിശ്വാസം എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ നാമങ്ങളെ 3 വിഭാഗങ്ങളാക്കി നമുക്ക് പറഞ്ഞു തന്നു. ഒന്ന്, അള്ളാഹു തനിക്ക് പേര് വെക്കുകയും താൻ ഉദ്ദേശിക്കുന്ന മലക്കുകൾക്കും അല്ലെങ്കിൽ അവരല്ലാത്തവർക്കും അത് വെളിപ്പെടുത്തുകയും ചെയ്തു. അതാണ് ഇപ്പൊ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ വന്ന നാമങ്ങൾ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട നാമങ്ങൾ. 3 അദൃശ്യത്തിൽ ഈ ഹദീത്ത് പ്രകാരം അറിയാത്ത നാമങ്ങൾ. ഇനി ഈ 3 രീതിയിൽ അള്ളാഹുവിന് എന്തുണ്ട്? നാമങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഇനി എന്താണ് ഇഹ്സാഇ എന്ന് പറയാം? ഇഹ്സാഇ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ആരെങ്കിലും അള്ളാഹുവിന്റെ 99 പേരുകളെ ഇഹ്സാഇ ചെയ്താൽ അവന് സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞാൽ അതിലെ ഇഹ്സാ എന്താ? ഒന്ന്, അന്നൽ മുറാദ ബി ഇഹ്സാഹിഹ ഹിഫ്ദു അൽഫാദിഹ. ആ നാമങ്ങൾ കാണാതെ പഠിക്കുക. ഇപ്പൊ അള്ളാഹു ഗഫൂറാണ്, വദൂദാണ്, ഖനി, ഇങ്ങനെ കുറേ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ മനഃപ്പാടമാക്കുക. അതാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തത്, ആ നാമങ്ങൾ എന്ത് ചെയ്യുക? അത് മനസ്സിലാക്കുക. ഒരു ഒറ്റ ഉദാഹരണം, ഉമർലാന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ, അയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ജഅലനി മിനൽ ഖലീൽ, അല്ലാഹുമ്മ ജഅലനി മിനൽ ഖലീൽ. എന്താ പ്രാർത്ഥന? പഠിച്ചവനെ, എന്നെ നീ കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ്. കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് അയാൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഉമർലാൻ അത്ഭുതമായി. ഉമർലാൻ ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ ഈ ദുആ ചെയ്യുന്നത്? എന്താണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന? എന്താണ് ഈ പ്രാർത്ഥന നിർവഹിക്കാൻ എന്താ കാരണം? എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വഖലീലും മിൻ ഇബാദിയശ് ശുകൂർ. മനുഷ്യന്മാരുടെ കൂട്ടത്തില് വളരെ കുറച്ച് ആൾക്കാരാണ് അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവർ. അള്ളാഹു ഷക്കൂറാണ്, അള്ളാഹു ഷാക്കീറാണ്, അള്ളാഹു നന്ദി കാണിക്കുന്നവനാണ്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല നന്ദി കാണിക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കി ആ മനുഷ്യൻ അയാളത് അറിഞ്ഞ് പ്രാർത്ഥിക്കാണ്. അള്ളാഹു നന്ദി കാണിക്കുന്നവനാണെങ്കിൽ റബ്ബിനോട് നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകണം. അപ്പൊ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരെ നന്ദി കാണിക്കുന്നവർ, അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകണം എന്ന് അയാൾ ദുആ ചെയ്യുന്നു. ഞാൻ പറഞ്ഞതിന് അർത്ഥം എന്താ അറിയോ? അപ്പൊ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹു ഷാക്കിറാണ് എന്ന അറിവുണ്ട്. അള്ളാഹു ആരാണ്? ഷാക്കിറാണ്. അള്ളാഹു ഷാക്കിർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഷാക്കിർ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിന്റെ ഒരു നാമമാണ്, അള്ളാഹുവിന്റെ ഒരു പേരാണ്. അള്ളാഹു ഷാക്കിറാണ് എന്ന ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതി, നമുക്ക് നന്നാകാൻ പറ്റും. അതിന് ഒരർത്ഥം, 3 അർത്ഥത്തിൽ ഒരർത്ഥം എന്താ അറിയോ? കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നവനാണ്. അള്ളാഹു ഷാക്കിറാണെന്ന് പറഞ്ഞാൽ കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നവനാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ അയാള് ഒരു മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുന്നു. ഒരു മരിച്ച മനുഷ്യനെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുന്നു. ഒരു പുണ്യപ്രവർത്തിയാണ്. എന്താ അതിനുള്ള കൂലി? എന്താ? ഷാക്കിറായ റബ്ബ് അതിന് കൊടുക്കുന്ന കൂലി എന്താ അറിയോ?
നമ്മുടെ നാട്ടിലൊരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുന്ന മനുഷ്യന് റബ്ബ് കൊടുക്കുന്ന കൂലി, ആ കബറിലേക്ക് ഇറക്കി വെക്കുന്ന മനുഷ്യന് അയാൾ എന്ത് ചെയ്തു? അയാൾ ദുനിയാവിൽ വീടുണ്ടാക്കി കൊടുത്തു. ഒരു വീടുണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ആ വീട്ടിൽ ആ മനുഷ്യൻ ലോകം അവസാനിക്കുന്നത് വരെ താമസിച്ചാൽ എത്ര കൂലി കിട്ടുമോ? ഒരു വീടുണ്ടാക്കി കൊടുത്ത് ആ വീട്ടിൽ ലോകം അവസാനിക്കുമ്പോളം ഒരു മനുഷ്യൻ താമസിച്ചാൽ എത്ര പ്രതിഫലം കിട്ടുമോ അത്രയും കൂലിയുണ്ട് കബറിലേക്ക് ഒരു മനുഷ്യനെ ഇറക്കി വെക്കുന്ന ആൾക്കുന്ന. സുബ്ഹാനല്ലാഹ്. ഇതാണ് അല്ലാഹു ഷാക്കിർ എന്ന് പറഞ്ഞാൽ കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കുന്നവൻ. അപ്പോൾ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങൾ പഠിക്കുമ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ നേട്ടങ്ങൾ, വലിയ പ്രതിഫലങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം യഹ്സായ് ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരുകളെ മുന്നിൽ വെച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. പൊറുക്കുന്നവനായ റബ്ബേ നീ എനിക്ക് പുറത്തു തരണേ, ഖനിയായ സമ്പന്നനായ റബ്ബേ നീ എനിക്ക് സമ്പത്ത് നൽകണേ, ഷാഫിയായ ഷിഫയാക്കുന്ന റബ്ബേ നീ എൻ്റെ രോഗം ഷിഫയാക്കി തരണേ. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹുവെ പുറത്തു തരണേ എന്നല്ല, അള്ളാഹുവെ ആരോഗ്യം നൽകണേ എന്നല്ല, അങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിക്കും. മറിച്ച് അള്ളാഹുവിൻ്റെ പേരുകളെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അവൻ്റെ വിശേഷണങ്ങൾ ഒന്നിനും വ്യാഖ്യാനിക്കാൻ പാടില്ല. അപ്പം അള്ളാഹു ഇറങ്ങും, ഹദീസിലുണ്ട്, അള്ളാഹു ഇറങ്ങി വരും. അള്ളാഹു രാത്രിയിൽ 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നത്. എങ്ങനെ പടച്ചവൻ ഇറങ്ങാൻ അറിയില്ല. അത് ആലോചിക്കാനും വിശദീകരിക്കാനും നമുക്ക് പാടില്ല. അള്ളാഹുവിന് മുഖമുണ്ട്, ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. അള്ളാഹു അവന് കൈകളുണ്ട്, ഖുർആനിലുണ്ട്. പക്ഷെ എങ്ങനെ പഠിച്ചവൻ്റെ കൈ ചോദിക്കാൻ തന്നെ പാടില്ല, അന്വേഷിക്കാൻ തന്നെ പാടില്ല. അള്ളാഹു അർശിൽ ഉപവിഷ്ടനാണ്, എങ്ങനെ പഠിച്ചവൻ ഇരിക്കുക അത് ചോദിക്കാൻ പാടില്ല. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരാൾ ചോദിച്ചപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മറുപടി അൽ-ഇസ്തിവാഉ മഅലൂമുൻ. ഇസ്തിവാ ചെയ്യുക അഥവാ അർശിൽ അള്ളാഹു ഉപവിഷ്ടനാണ് എന്ന കാര്യം എന്താ? അത് അറിയപ്പെട്ട കാര്യമാണ്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. എന്നാൽ വൽ കൈഫു മജ്ഹൂൽ, അതിന്റെ രൂപം അറിയില്ല. വസ്സുആലു അൻഹു ബിദ്അ, ആ ഇരുത്തം എങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന എന്താ? അത് ബിദ്അത്താണ് എന്നാണ് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ദുർവ്യാഖ്യാനത്തിന് പോകണ്ട. എങ്ങനെയാണോ ഖുർആനിൽ വന്നത്, എങ്ങനെയാണോ ഹദീസിലുള്ളത് പഠിപ്പിക്കപ്പെട്ടത്, അത് അതേപോലെ മനസ്സിലാക്കുക. അള്ളാഹു ഇറങ്ങും, അപ്പൊ അള്ളാഹു ഇറങ്ങുമെന്ന് പഠിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഖമുണ്ട്, അള്ളാഹ്ക്ക് അനുയോജ്യമായ രീതിയിൽ മുഖമുണ്ട്. നമ്മളതിനെ വ്യാഖ്യാനിക്കാനും മിസാല് നടത്താനും പാടില്ല എന്നുള്ളതാണ് നമുക്ക് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലും ഹദീസിലും വന്ന അള്ളാഹുവിന് പറഞ്ഞ പേരുകൾ അംഗീകരിക്കുക, അതിനെ ഉൾക്കൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ ഒഴിവ് സമയങ്ങളിൽ എന്ത് ചെയ്യുക? അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ഖുതുബയിൽ ആദാബുകളെക്കുറിച്ച്, അദ്ഇയാത്തുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. കഴിഞ്ഞ ഖുതുബകളിലൂടെ ഏതാനും പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു വിശ്വാസി ഉണരേണ്ട സമയം എപ്പോഴാണ്, ഉറക്കിൽ നിന്ന് നമ്മളൊക്കെ ഉണരേണ്ട സമയം എപ്പോഴാണ് എന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ അലാറം നമ്മളിൽ പല ആളുകളും സെറ്റ് ചെയ്തത് നമുക്കറിയാം. നമ്മുടെ ഫോൺ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഏത് സമയത്താണ് എന്ന്. അത് മാറ്റേണ്ടതുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് നേരത്തെ ഉറങ്ങാനാണ്, അതോടൊപ്പം തന്നെ നേരത്തെ ഉണരാനുമാണ്. ഒരു വിശ്വാസി സുബഹിയുടെ മുമ്പ് ഉണരേണ്ടവനാണ്. നമ്മളത് ഉണരുന്നുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്തണം. കാരണം ഏറ്റവും അനുഗ്രഹീതമായ സമയമാണ് പ്രഭാത സമയം എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിൻ്റെ പ്രഭാത സമയത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ. നബിയുടെ പ്രാർത്ഥനയാണ്, അല്ലാഹു സ്വീകരിക്കും. പ്രഭാത സമയത്തിന് ഒരു ബറക്കത്തുണ്ട്, അനുഗ്രഹമുണ്ട്. ഈ പ്രാർത്ഥന സഹർ എന്ന് പറയുന്ന ഒരു സ്വഹാബിയാണ് റിവായത്തിൽ നിന്ന് കേൾക്കുന്നത്, നബിയിൽ നിന്ന്.
അദ്ദേഹം ഒരു താജിറായിരുന്നു, കച്ചവടക്കാരനായിരുന്നു. ഈ പ്രാർത്ഥന കേട്ട ഉടനെ ആ സമയം മുതൽ അദ്ദേഹം സാധാരണ കച്ചവടത്തിന് പോകുന്ന സമയം മാറ്റി. അദ്ദേഹം രാവിലെ സമയത്തേക്ക്, ഈ പ്രഭാത സമയത്ത് കച്ചവടത്തിനുള്ള ഒരുക്കങ്ങൾ നടത്താനും കച്ചവടത്തിന് വേണ്ടി തയ്യാറാകാനും ആരംഭിച്ചു. കാലഘട്ടത്തിലെ മദീനയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഈ സഹർ എന്ന് പറയുന്ന സ്വഹാബി മരിക്കുമ്പോൾ മദീനയിലെ സമ്പന്നനായ ഒരാൾ മരിച്ചു എന്നാണ് ചരിത്രത്തിലുള്ളത്. അദ്ദേഹം വലിയ സമ്പന്നനായി മാറി. അതിൻ്റെ കാരണമായി പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്, അദ്ദേഹത്തിൻ്റെ കച്ചവടം, അതിനുള്ള ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ, യാത്രകളൊക്കെ തുടങ്ങിയത് എപ്പോഴാണ്? രാവിലെ സമയത്ത് നബിയുടെ പ്രാർത്ഥന കേട്ടതിന് ശേഷം. നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളും രാവിലെ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരാണ്, പ്രഭാത സമയത്ത് ഉറങ്ങുന്നവരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് വേണ്ടി ദുആ ചെയ്ത ബറക്കത്താക്കപ്പെട്ട സമയത്ത് നമ്മൾ ഉറങ്ങാണ്. ഞാനത് കുറ്റപ്പെടുത്തുന്നതല്ല, നമ്മളതിലൊരു മാറ്റം വരുത്തണം. അനുഗ്രഹീതമായ ആ സമയത്തെ ജീവനുള്ള സമയമാക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ ഏറ്റവും നന്നായി പഠിക്കാൻ ഉപയോഗിക്കേണ്ട സമയമാണ്. അവർ രാത്രി സമയങ്ങളിൽ പെട്ടെന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് പഠിച്ചു നോക്കിയാൽ അതവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, ബറക്കത്തുണ്ടാകും അവർക്ക്. കാരണം ഇതൊരു അനുഗ്രഹീതമായ സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സുബഹിയുടെ മുമ്പ് ഉണരുന്ന ശീലം നമ്മൾ ഉണ്ടാക്കണം. അപ്പം നമ്മുടെ വീട്ടിൽ ആരാണ് സുബഹിക്ക് ഉണരാറുള്ളത്, സുബഹിൻ്റെ മുമ്പ് ഉണരാറുള്ളത്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ വീട്ടിലെ അവസ്ഥ എനിക്കറിയാം. ഞാൻ ഉണരുന്നുണ്ടോ, എൻ്റെ ഭാര്യ ഉണരുന്നുണ്ടോ, എൻ്റെ ബാപ്പയും ഉമ്മയും എൻ്റെ മക്കളും എൻ്റെ വീട്ടിലുള്ള ആളുകൾ ഉണരുന്നുണ്ടോ എന്ന് വേറൊരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പം ഇന്നത്തെ ഖുത്ബയിലൂടെ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്താ അറിയോ? സുബഹിയുടെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഉണരുന്ന ഒരു വീടാക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ വീടിനെ മാറ്റണം. സഹോദരങ്ങൾ, ഒരൊറ്റ ഹദീസ് പഠിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യൻസിലു റബ്ബുന തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇറങ്ങി വരുമെന്നാണ്. ഇറങ്ങി വരും. എങ്ങോട്ട് ഇറങ്ങി വരും? ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഏത് സമയത്ത്? രാത്രിയുടെ അവസാന യാമത്തിൽ, അഥവാ സുബഹിയുടെ തൊട്ടു മുമ്പുള്ള സമയത്തിൽ അള്ളാഹു ഇറങ്ങി വരുമെന്നാണ്. എന്തിനാണ് അള്ളാഹു ഇറങ്ങി വരുന്നത്? എന്നിട്ട് അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട്, ആരാണ് എന്നോട് ചോദിക്കുന്നത്? ചോദിച്ചോളൂ. നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ടോ? നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് നൽകാം. ഇതാരാ പറയുന്നത്? ആരാണ് ഈ ആവശ്യം പറയുന്നത്? നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് പറയാണ്, മനുഷ്യന്മാരെ നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? ചോദിച്ചോളൂ, ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന്. റബ്ബിന്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്നവരാണോ നമ്മൾ? എങ്കിൽ നമ്മൾ ചോദിക്കാം. എങ്കിൽ നമുക്ക് അഭിമാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് ചോദിക്കാം. റബ്ബ് നമുക്ക് നൽകും. അതിനെന്ത് വേണം? ആ സമയത്ത് നമ്മൾ ഹയാത്തിലാവണം, ഉറങ്ങുന്ന ആൾക്കാരാകാൻ പാടില്ല. റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഉറങ്ങാനുള്ള കഴിവ് തന്നവൻ അല്ലാഹുവാണ്, അല്ലേ? ഭക്ഷണം കഴിക്കാനുള്ള കഴിവ് തന്നവൻ അല്ലാഹുവാണ്. സംസാരിക്കാനും ഓടാനും ചാടാനുമോ എല്ലാ കഴിവും തന്നവൻ അല്ലാഹുവാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഓർക്കാൻ വേണ്ടി, ഒന്ന് നമസ്കരിക്കാൻ വേണ്ടി സുബഹിയുടെ തൊട്ടു മുമ്പ് എഴുന്നേൽക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ എത്രമാത്രം നന്ദി കെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട, ശീലമാക്കേണ്ട ഒരു മര്യാദയാണ് സുബഹിയുടെ മുമ്പ് എഴുന്നേൽക്കുക എന്നുള്ളത്. സുബഹിയുടെ നേരത്തെ എന്ത് ചെയ്യുക? എഴുന്നേൽക്കുക. എന്നിട്ട് ആ സമയത്ത് എന്ത് ചെയ്യുക? ഏറ്റവും ചുരുങ്ങിയത് 3 റക്അത്തെങ്കിലും നിസ്കരിക്കുന്ന ആൾക്കാരാവണം നമ്മൾ. ഖിയാമുൽ ലൈൽ, തഹജ്ജുദ്, എന്ത് പേര് വിളിച്ചാലും ശരി. മകാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ. റമളാനിലും അല്ലാത്ത കാലഘട്ടങ്ങളിൽ നബി 11-ലധികം നിസ്കരിച്ചിട്ടില്ല എന്ന ഹദീസ്. 11 വേണ്ട, 11 നിസ്കരിക്കുന്ന ആൾക്കാർ നിസ്കരിച്ചോളെ, അതിനെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞാൽ, മറിച്ച് ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിക്കുന്ന ആൾക്കാരായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മാറണം. അഥവാ രാത്രി നമസ്കാരം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. റസൂലുള്ളാഹി പറഞ്ഞത്, അഫ്ദലുസ് സ്വലാ ബഅദൽ മക്തൂബ, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അതേതാ? രാത്രി നമസ്കാരമാണ്. രാത്രി നമസ്കാരം, ആ നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കുന്ന മര്യാദ 2 കാര്യമാണ്. ഒന്ന്, സുബഹിയുടെ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ എഴുന്നേൽക്കണം. ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേൽക്കണം. എന്നിട്ട് 3 റക്അത്തെങ്കിലും നമ്മൾ നിസ്കരിക്കണം. അള്ളാഹുവിനോട് നിറഞ്ഞ കണ്ണുകളോടെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയണം. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബ് സ്വീകരിക്കും. നമ്മുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മര്യാദകൾ പ്രാവർത്തികമാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഈ ആഴ്ചയിലും 2 പേരുകൾ നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട
നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട രണ്ടാളുകൾ ഈ സമയത്ത് മരണപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരങ്ങളുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അബൂബക്കർ ഹാജി, അതേപോലെ തന്നെ അബു എന്ന് പറയുന്ന സഹോദരൻ്റെ ഭാര്യ രണ്ടുപേരും മരണപ്പെട്ട വിവരം അവരുടെ ബന്ധുക്കളും മറ്റുമൊക്കെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു ആ രണ്ടുപേർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ മരണത്തിലൂടെ വേദനിക്കുന്ന ബന്ധുക്കൾക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, പല ആളുകളുടെയും വീടുകളിൽ മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ശിഫ നൽകുമാറാകട്ടെ. എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് ഒരു അവസരമുണ്ട്. നമ്മുടെ നാട്ടിൽ മദ്രസകളിലും മറ്റുമൊക്കെ പഠിപ്പിക്കുന്ന ധാരാളം നിർധനരായ പാവപ്പെട്ട അധ്യാപകരുണ്ട്. ആ അധ്യാപകരെ സഹായിക്കാൻ വേണ്ടി അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനും അവരുടെ രോഗം വരുമ്പോൾ അവരെ ചികിത്സിക്കാനൊക്കെ വേണ്ടിയുള്ള ഒരു കളക്ഷൻ നമ്മുടെ പള്ളിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കുള്ളൊരു അവസരമാണ്. നമ്മൾ കൊടുത്താൽ നമുക്കാണ് നേട്ടമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളിയുടെ പുറത്തൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ നമ്മുടെ പോക്കറ്റിന് തന്നെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഖ്യ നമ്മൾ കൊടുത്താൽ എത്രയോ വീടുകളിൽ ആരൊക്കെയോ സന്തോഷിക്കും. അവർക്കൊക്കെ ആഹ്ലാദമുണ്ടാകും. അവരുടെയൊക്കെ മനസ്സിൽ രോഗം വരുമ്പോൾ നമ്മളെയൊക്കെ അവർ ഓർക്കും. അവരെ സഹായിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും. അപ്പം നമ്മളറിയാത്ത, നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും പരിചയപ്പെട്ടിട്ടും ഇല്ലാത്ത ധാരാളം ആളുകളുടെ പ്രാർത്ഥന ലഭിക്കാനുള്ള ഒരു വഴി കൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതുമായി കൊണ്ട് സഹകരിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജയിലുകളിൽ കഴിയുന്ന നിരപരാധികളായ മനുഷ്യരുണ്ട്. അള്ളാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന والمسلمات الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين.